എബോള വൈറസ് സാഹചര്യം കണക്കിലെടുത്ത് കൊച്ചി വിമാനത്താവളത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. ലക്ഷണമുള്ളവരെ നിരീക്ഷിക്കും. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ അടിയന്തര യോഗം ചേർന്നു. കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരെ പ്രത്യേകം നിരീക്ഷണത്തിന് വിധേയമാക്കും. അന്താരാഷ്ട്ര യാത്രക്കാർ എമിഗ്രേഷൻ വിഭാഗത്തിന് സെൽഫ് ഡിക്ലറേഷൻ ഫോം സമർപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ടോം, ഇതിപ്പോൾ ഒരു ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം എബോള വൈറസ് അതിൻ്റെ ഒരു വ്യാപനം അത് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന രീതിയിലാണ് ഇവിടെ കൊച്ചി ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിലുമെല്ലാം തന്നെ ഈ ഒരു മുൻകരുതൽ സാഹചര്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയം മുൻപ് അതിൻ്റെ ഒരു വിലയിരുത്തൽ യോഗം, അടിയന്തര യോഗം ചേർന്നിരുന്നു. അതിൽ സിയാലും അതോടൊപ്പം തന്നെ എയർപോർട്ടിൻ്റെ ആരോഗ്യ വിഭാഗവും ചേർന്നുകൊണ്ടാണ് ഈ യോഗം ചേർന്നത്. അതിൽ നിലവിലത്തെ ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തി. പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ, ഈ ഉഗാണ്ടയും സുഡാൻ, സൗത്ത് സുഡാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ അവരെ കൂടുതൽ കർശനമായ ഒരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനാണ്, അവിടെ നിന്ന് വരുന്ന യാത്രക്കാരെ കൊണ്ടുവരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് അവരെ കൂടുതൽ നിരീക്ഷണം നടത്തുക. മറ്റ് യാത്രക്കാർക്കും ഇതെല്ലാം തന്നെ ബാധകമാണ്. അന്താരാഷ്ട്ര യാത്രക്കാർ ഇനി മുതൽ ആ ഒരു പ്രോട്ടോക്കോളിലൂടെ ആയിരിക്കും കടന്നു പോവുക. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഈ രീതിയിലുള്ള ഈ രോഗവ്യാപനവും കാര്യങ്ങളുമൊന്നും തന്നെയും. എങ്കിൽ കൂടി മുൻകരുതൽ വളരെ കർശനമായിട്ട് തന്നെയാണ് പാലിക്കേണ്ടതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഇവർ യാത്രക്കാരെത്തുമ്പോൾ അവരുടെ ഒരു തെർമൽ സ്ക്രീനിങ് അതോടൊപ്പം തന്നെ നടത്തും. 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി, അതിൻ്റെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോറം യാത്രക്കാർ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അവരുടെ ഒരു വിശദാംശങ്ങൾ പൂർണ്ണമായും തന്നെ നമ്മുടെ ഇവിടെയുള്ള ആരോഗ്യ വിഭാഗത്തിനും വിമാനത്താവള അധികൃതർക്കുമെല്ലാം തന്നെ കൈമാറേണ്ടതുണ്ട്. ഇതിൽ അവരുടെ ഒരു ഈ ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ കൂടുതൽ ഒരു നിരീക്ഷണത്തിലേക്കെല്ലാം തന്നെ വിധേയമാക്കും. കാരണം ഇതിൽ ഒരു ഫ്ലൂ സമാനമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളെന്ന് പറയുന്നത് ചുമയും പനിയും തുടങ്ങിയ തലവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്നത്. അങ്ങനെ വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ, പ്രത്യേകിച്ച് ഈ രോഗവ്യാപനം ഉണ്ടായിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ കൂടുതൽ കർശനമായ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരും. കാരണം ഇതിലൊരു 2 മുതൽ 21 ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു വ്യാപനം എന്ന് പറയുന്നത്. ശരീരത്തിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അത്രയും തന്നെയും ഒരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കെല്ലാം സജ്ജമാക്കാനാണ് ആരോഗ്യവകുപ്പ് അടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനായിട്ട് 3 ഐസൊലേഷൻ സെൻ്ററുകൾ ഇവിടെ ആരംഭിക്കുന്നു കൊച്ചിയിൽ. അത് എറണാകുളം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചും ആലുവ താലൂക്ക് ആശുപത്രിയും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഐസൊലേഷൻ വാർഡുകൾ, ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കുന്നത്. ഇതൊരു മുൻകരുതൽ എന്ന രീതിയിൽ തന്നെയാണ് ടോം ഈ ഒരു നടപടികൾ പോകുന്നത്. കാരണം ഇതൊരു അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഈ രീതിയിലുള്ള ഒരു മുൻകരുതൽ സംവിധാനത്തിലേക്ക് കൊച്ചി വിമാനത്താവളം ഇപ്പോഴത്തെ ഈ എബോളയ്ക്ക് മുൻപത്തേക്കാൾ തീവ്രതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലേ ഈ ഒരു കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ അത് എവിടെയായിരിക്കും പ്രത്യേകം നിരീക്ഷണത്തിലാക്കുക? അവർക്ക് ഏത് രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? നിലവിൽ 3 ഐസൊലേഷൻ സെൻ്ററുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജനറൽ ആശുപത്രിയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് അതോടൊപ്പം തന്നെ ആലുവ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഇത്തരമൊരു ഐസൊലേഷൻ സെൻ്ററുകൾ തുടങ്ങി. ഇത് രോഗലക്ഷണമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. എല്ലാ യാത്രക്കാരും എന്ന രീതിയിൽ അതിനെ അർത്ഥമാക്കുന്നില്ല. എല്ലാവരെയും തന്നെയും ഈ പരിശോധനകളിലേക്ക് കൊണ്ടുവരും. കാരണം അവർ ട്രാവൽ ഹിസ്റ്ററി പരിശോധിക്കും. 21 ദിവസത്തെ ഈ വൈറസ് അകത്ത് കയറിയാൽ 21 ദിവസത്തോളം വേണ്ടിവരും അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങാൻ എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അത്രയുമുള്ള ഒരു ട്രാവൽ ഹിസ്റ്ററി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ കർശനമായിട്ട് അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പഴയതുപോലെ നമ്മൾക്ക് ഈ കോവിഡ് സമയത്തെല്ലാം തന്നെ ഉണ്ടായിരുന്ന പോലെ 3 ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകൽ തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനായിട്ടെല്ലാം തന്നെയും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും തന്നെയും പുലർത്തണമെന്ന്, അതായത് യാത്രക്കാർ എല്ലാവരും തന്നെ ഇത് അനുസരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതൽ ഒരു രോഗവ്യാപനം ശേഷിയുള്ള ഒരു വൈറസാണ്, ഈ ഒരു വകഭേദമാണ് വന്നിരിക്കുന്നത്. ഇത് എബോള വൈറസിൻ്റെ 5 സ്പീഷീസുകളിൽ
ബുണ്ടിബിഗോ എബോള വൈറസാണ്. ഈ വകഭേദത്തിൽ ഇതുവരെയും ഫലപ്രദമായ ഒരു ചികിത്സ കണ്ടെത്താനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിലും ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കർശനമായ നിർദ്ദേശങ്ങളിലേക്ക് പോകാൻ വളരെ തുടക്കത്തിൽ തന്നെ കൊച്ചി വിമാനത്താവള അധികൃതരും തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോങ്കോ, സൗത്ത് സുഡാൻ തുടങ്ങിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകം വലിയ ആശങ്കയിലാണ്. പക്ഷേ മറ്റു രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നിലവിൽ രാജ്യത്ത് അത്തരമൊരു സാഹചര്യമില്ല. ജാഗ്രത വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.